ആൾക്കൂട്ടം വോട്ടായിട്ട് മാറുമെന്ന് ചോദിച്ചു, വോട്ടാക്കി മാറ്റി കൊടുത്തു. ലീക്ക്ഡ് പടം കാണാൻ ആര് ടിക്കറ്റ് എടുക്കുമെന്ന് ചോദിച്ചു. ഇപ്പം കണ്ട ജനനായകൻ നാളെ റിലീസാണ്. തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത തിയേറ്റർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. പിന്നെ ഈ വീഡിയോ വിജയ് ഫാൻസ് അല്ലാത്ത ആരും തന്നെ കാണണമെന്നില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ട് ആകാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതയും ഞാൻ കാണുന്നില്ല. സോ നമുക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം ജനറേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് റെവല്യൂഷൻ്റെ കാലഘട്ടമാണ്. കയ്യിരിക്കുന്ന മൊബൈൽ ഫോൺ സ്മാർട്ടാണ്, അതിനകത്ത് നെറ്റ് കണക്ഷൻ ഉണ്ട്, വീട്ടിലിരിക്കുന്ന ടി വി സ്മാർട്ടാണ്, എല്ലാം സ്മാർട്ടാണ്, അവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. എന്ത് കാണണമെന്ന് വിചാരിച്ചാലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സംസാരിക്കുക, പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് കടന്നുപോയത്. ഈ 2000-ൻ്റെ ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് 2000-2004 വീട്ടിൽ ടി വി ഉണ്ട്, ആൻറ്റിന ഉണ്ട്. ഇങ്ങനെ കറക്കി നോക്കി സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാനൽ കാണാൻ പറ്റും, ദൂരദർശൻ. അതിനകത്ത് ചിത്രഗീതമുണ്ട്, പിന്നെ ശക്തിമാനുണ്ട്, പിന്നെ വല്ലപ്പോഴും ഹിന്ദി സിനിമ, ഒരു മലയാള സിനിമയൊക്കെ കാണാം. ഇതാണ് അന്നുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് പതിയെ നമ്മൾ ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നു ലോകം മൊത്തത്തിൽ. ആ ഒരു സമയത്ത് എവിടെയോ കണ്ണിൽപ്പെട്ടൊരു മുഖവാട ഈ വിജയ് എന്ന് പറയുന്ന ആളുടേത്. ഒരു 2005 ശേഷം എനിക്ക് തോന്നുന്നു ആ സമയത്താണ് വീട്ടിലൊക്കെ നമ്മുടെ കേബിൾ കണക്ഷൻ വന്നത്. ചാനലുകൾ ഇങ്ങനെ ഓടിച്ചു പോയതിൻ്റെ ഇടക്ക് പുള്ളിയുടെ ഏതോ ഒരു സിനിമയിലെ പാട്ടോ അങ്ങനെ എന്തോ ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പലരും പല രീതിയിലായിരിക്കും പുള്ളിനെ കണ്ടിട്ടുള്ളത്. തിയേറ്ററിൽ പോയി കണ്ടുള്ളവരുണ്ടാവും. എൻ്റെയൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ തിയേറ്ററിൽ കൊണ്ടുപോകാൻ ആരില്ല. നമ്മൾ ഇച്ചിരി വളർന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് പോകാൻ തുടങ്ങിയ സമയത്താണ് തിയേറ്ററിലൊക്കെ പോയി പടം കാണാൻ തുടങ്ങിയത്. സോ ആ സമയത്ത് നമ്മൾ ടി വിയിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, ഒരു പാട്ട് കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വീണ്ടും കാണണമെന്നും വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല, അങ്ങനെ വരൂല. അത് കാണണമെങ്കിൽ പിന്നെ 2-3 ദിവസം ടി വിയുടെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പല ചാനലും മാറ്റി ഓടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചാനലിൽ അത് നമുക്ക് കാണാൻ പറ്റും, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. ഇന്ന് അങ്ങനെയല്ലല്ല, വിരൽ തുമ്പിലല്ലേ എല്ലാം. അപ്പോൾ അങ്ങനെ വിജയുടെ ഒരു പാട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലും അത് കാണാനുള്ളൊരു വകുപ്പില്ല. വീട്ടിൽ VCD DVD അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അതും അത്യാവശ്യം നല്ല കാശുകാരുടെ വീട്ടിലേ ഉള്ളൂ. ഇൻ്റർനെറ്റ് കണക്ഷനും കാശുകാരുടെ വീട്ടിലേ ഉള്ളൂ. പിന്നെ നമുക്ക് കഫേയിൽ പോയി കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. അങ്ങനെ നോക്കാനായിട്ടുള്ള പൈസയൊന്നും വീട്ടിൽ നിന്ന് തരത്തുമില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന പ്രായമോ അല്ലായിരുന്നത്. സോ അങ്ങനെ കഫേയിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ലോകത്തെ കൂടുതൽ വിശാലമായിട്ട് അറിയണമെന്ന് തോന്നിയ സമയത്തൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു കാലം. സോ ഇനി വിജയിലേക്ക് വരാൻ നേരത്ത് അദ്ദേഹത്തിനെ ഇങ്ങനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ പല ചാനലുകളിൽ പുള്ളിയുടെ പല സിനിമകളിലെ പാട്ടുകൾ, സിനിമകൾ ഇതൊക്കെ കണ്ട് അങ്ങോട്ട് ആ ഒരു ഇഷ്ടം കൂടി ഇങ്ങനെ വേറൊരു തലത്തിലേക്ക് പോയി. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നടന്മാരുടെയൊക്കെ ഫോട്ടോസ് കിട്ടും. മമ്മൂട്ടിയുടെ, മോഹൻലാലിൻ്റെ കൂട്ടത്തിൽ ഇങ്ങേരുടെ ഫോട്ടോ ഇരിക്കണം കാണാം. ആ ഫോട്ടോകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട് മൊത്തം ഒട്ടിച്ച് നിരത്തി വയ്ക്കും. പിന്നെ ഓരോ സ്കൂൾ തുറക്കുന്ന സമയമാകുന്ന നേരത്ത് ബുക്ക് പോന്നിട്ട് നെയിം സ്ലിപ്പ് ഒട്ടിക്കുമല്ലോ, അതിൽ വിജയുടെ ഫോട്ടോ, ബുക്കിൻ്റെ ആ ഒരു പുറം താളിൽ വിജയുടെ ഫോട്ടോ, അങ്ങനെ എല്ലാം വിജയ്. നമ്മളൊരു ബസ്സിൽ ഇരുന്നൊരു യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഡോറ് വഴി നോക്കുമ്പോൾ വിജയുടെ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ, ഒരു ബാനർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതൊരു സന്തോഷം വരും. ആ രീതിയിലുള്ളൊരു അഫെക്ഷൻ, ആ രീതിയിലുള്ളൊരു ഇഷ്ടം, ആ രീതിയിലുള്ളൊരു അഡിക്ഷനായിട്ട് വിജയ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഉള്ളിൽ മാറി. എൻ്റെ ഉള്ളിൽ മാത്രമല്ല പലരിലും മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയേക്കുന്നവർ ഈ വീഡിയോ തുടർന്ന് കാണുക. അപ്പം അങ്ങനെ മാറി. പിന്നെ തിയേറ്ററിൽ പോയി പടങ്ങൾ കാണാൻ തുടങ്ങി. പുള്ളിയുടെ ഫസ്റ്റ് FDFS, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് FDFS എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തുപ്പാക്കിയാണ്. 2012 തുപ്പാക്കിയാണ് ആദ്യമായിട്ടൊരു വിജയ് സിനിമ ഫസ്റ്റ് ഷോ കാണുന്നത്. അതിനു മുമ്പേ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ഷോ കാണുന്നത് തുപ്പാക്കിയാണ്. ഈ തുപ്പാക്കി എന്ന് പറയുന്ന പടം അന്ന് റിലീസായപ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരിക്കും. ആ സിനിമ FDFS കാണുന്ന ഒരു വിജയ് ആരാധകൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ പൊന്നെ, അത്രമാത്രം ഒരു രോമാഞ്ചിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റൊരു ആക്ടറിൻ്റെ ഫാനിനും കിട്ടിയെന്ന് വരത്തില്ല. അമ്മാതിരി തീ എക്സ്പീരിയൻസ് ആയിരുന്നു കേരളത്തിൽ തുപ്പാക്കിയുടെ FDFS. വളരെ സംശയമുള്ളവർ ചേർത്തല ചിത്രാഞ്ജലി തിയേറ്റർ, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ചിത്രാഞ്ജലി തിയേറ്ററിലെ FDFS സെലിബ്രേഷൻ ഇപ്പോഴും കിടപ്പുണ്ട് ഇൻ്റർനെറ്റിൽ, പോയി നോക്കിക്കോ. ഞാനിതിൻ്റെ ഇടക്ക് നിന്ന് അനുഭവിച്ച എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു. ഈ തുപ്പാക്കിക്ക് മുമ്പും പുള്ളിയുടെ കരിയറിന് പല ഫേസുകളുണ്ട്. പക്ഷേ തുപ്പാക്കിക്ക് ശേഷം പുള്ളിനെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പുള്ളി പോയി. നമ്മൾ തുടക്കത്തിൽ ഞാനൊക്കെ പുള്ളിനെ കണ്ടു തുടങ്ങിയ സമയത്ത് പുള്ളി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. ആ റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന്, അതായത് തുള്ളാതവൻ തുള്ളും, ഷാജഹാൻ, പ്രിയമാനവളെ, പൂവേ ഉനക്കായി, അങ്ങനെയുള്ള പടങ്ങളിൽ നിന്ന് പുള്ളി പതിയെ നമ്മുടെ ഭഗവതി, തിരുമലൈ, തിരുപ്പാച്ചി, ശിവകാശി എന്നീ സിനിമകളിലൂടെ ആക്ഷൻ ഹീറോ ആയിട്ട് മാറി. അപ്പം വന്ന ഒരു ഗില്ലി, ഗില്ലി വന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യ പുള്ളി തൂക്കി അടിച്ചു. കേരളത്തിലൊക്കെ അൾട്ടിമേറ്റ് ഫാൻ ബേസ് പുള്ളിക്ക് ഉണ്ടായി കൊടുത്ത പടം. അതിനുശേഷം വന്നു ഒരു പോക്കിരി, അത് പിന്നെ സ്റ്റാർഡം അങ്ങോട്ട് ഉറപ്പിച്ച പടമാണ്. പിന്നെ പുള്ളിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് പുള്ളിക്ക് അടി കിട്ടി, അടി സ്റ്റാർട്ട് ചെയ്ത്. കുരുവി,
വേട്ടക്കാരൻ, വില്ലി, സുറ 50ാമത്തെ പടം 8 നില പൊട്ടി. അങ്ങനെ പൊട്ടി പാളീസായിട്ട് നീ ഒരു ഉയർത്തെഴുന്നേപ്പില്ല, ഇവൻ തീർന്നു, ഇവൻ ചത്ത്, ഇവൻ പോയി, പടമായി എന്ന് ആളുകൾ വിധി എഴുതിയ സ്ഥലത്ത് നിന്ന് കനലൊരു തരി മതി എന്ന് പറഞ്ഞൊരു കാവലം വന്നു. അത് തമിഴ്നാട്ടിലൊരു സെമി ഹിറ്റായി. കേരളത്തിൽ നിന്ന് പോയൊരു പടത്തിൻ്റെ റീമേക്കാണ്. എന്നിട്ടും കേരളത്തിലും അത് സക്സസ് ആയി. അതിനുശേഷം വന്നേ ഒരു വേലായുധം, പിന്നെ വന്നു ഒരു നൻപൻ, അതിനുശേഷം വന്ന മാതിരി തുപ്പാക്കി, ചുമ്മാ തീയായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ പുള്ളിയുടെ കണ്ടംപററി ആക്ടേഴ്സിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് പുള്ളി വേറെ ലെവൽ സ്ഥാപിച്ചെടുത്തു. അതിനുശേഷം പിന്നെ പുള്ള നെക്സ്റ്റ് ഫേസ് മെർസലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ മെർസൽ തൊട്ട് പിന്നെ പുള്ളി അവിടെ നിന്ന് പിന്നെ നേരെ പോയിരുന്ന CMൻ്റെ കസേരയിലേക്കാണ്. ആ ലെവൽ സ്റ്റാർഡമാണ് മെർസലിന് ശേഷം. പുള്ള തുപ്പാക്കി ശേഷമുള്ളൊരു നെക്സ്റ്റ് ഫേസ് ആയിരുന്നു മെർസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേസിലൊക്കെ പുള്ളിയുടെ കൂടെ നമ്മളുണ്ട്. നാളെ റിലീസാകാൻ പോകുന്ന ജനനായകത്തിനും ഉണ്ടാകും. ഈ ഫേസുകളിൽ പുള്ളിക്ക് പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, പല സിനിമകളുടെ റിലീസ് കറക്റ്റ് സമയത്ത് നടക്കാതിരുന്നിട്ടുണ്ട്, ഷോസ് മുടങ്ങിയിട്ടുണ്ട്, പല പൊളിറ്റിക്കൽ പാർട്ടീസ് പുള്ളിക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട്, പല വ്യക്തികൾ പുള്ളിക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അങ്ങേരുടെ കൂടത്തിൽ അന്നും ഇന്നും ഇനി എന്നും ഫാൻസ് ഉണ്ടാകും. അതിലൊരു സംശയവും വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കൂട്ടം ഓട്ടായിട്ട് മാറുമെന്ന് ചോദിച്ചു, ഓട്ടാക്കി മാറ്റിക്കൊടുത്തു. ലീക്ക്ഡ് പടം കാണാൻ തിയേറ്ററിൽ ആൾ വരുമെന്ന് ചോദിച്ചു. ഒരു ലീക്ക്ഡ് പടത്തിൻ്റെ പ്രീസെയിൽ ഫസ്റ്റ് ഡേ പ്രീസെയിൽ പോയി നിൽക്കുന്നത് തന്നെ 70 കോടിക്ക് അടുത്താണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു നടൻ്റെ ലീക്ക്ഡ് സിനിമയാണ്, 6 മാസത്തിന് മുമ്പേ ലീക്കായ ഒരു സിനിമയാണ് റിലീസിന് വരുന്നതെന്നുണ്ടെങ്കിൽ 50 കോടി പോലും, ഇന്ത്യയിലെ എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും 50 കോടി പോലും ഫൈനൽ കളക്ഷൻ വരത്തില്ല. ആ സമയത്താണ് ഇങ്ങേരി ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ 100 കോടി തൂക്കാനായിട്ട് നിൽക്കുന്നത്. ആ 100 കോടിയിൽ എൻ്റെ പൈസ ഉണ്ടാവും. ഇത്രയും നാൾ പുള്ളിയുടെ കൂടെ നിന്നും വളരെ ഇമോഷണലായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നാളെ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ നേരത്തെ ഓവറായതാണ്. പക്ഷേ നമ്മുടെ ചൈൽഡ്ഹുഡ് ഒഫീഷ്യലി ഓവറാകുന്നത് നാളത്തെ പടം FDFS കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയം മുതലാണ്. അതിലൊരു സംശയമില്ല. ആസ് എ വിജയ് ഫാൻ ഇത്രയും നാൾ പുള്ളിയുടെ ആ ഒരു സിനിമാ ജേണിയിൽ നമ്മൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചൈൽഡ്ഹുഡിൽ പുള്ളിയും നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എത്ര വിജയ് ഹേറ്റർ ആണെങ്കിലും അവർ രഹസ്യമായിട്ട് വിജയ് സിനിമ FDFS കാണുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. അതും എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് പേരുണ്ട്. അവരും ഒക്കെ നാളെ പടത്തിനുണ്ടാവും. ആസ് എ വിജയ് ഫാൻ അല്ലെങ്കിൽ ആസ് എ വിജയ് ഹേറ്റർ എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലും അവരും ശരിക്കും വിജയനെ മിസ് ചെയ്യും. അതാണ് വിജയ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ആക്ടർ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇമ്പാക്റ്റ്, ബിഗ് സ്ക്രീനിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഹെവി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സോ വെയിറ്റ് പണ്ണി പാപ്പോ. നാളെ ഇനി റിലീസിന് ശേഷം ഈ സിനിമ അത്ര വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും വലിയ അത്ഭുതം ഉണ്ടാക്കാൻ നേരത്ത് ഈ ലീക്ക്ഡായ സിനിമ വെച്ചും പുള്ളി മാജിക് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ പോകുമെന്ന് തോന്നുന്നു. ബോക്സ് ഓഫീസിൽ നമുക്ക് എന്തായാലും കണ്ടറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ നമുക്ക് എങ്ങനെ നമ്മുടെ ഇപ്പോൾ വിരൽത്തുമ്പിൽ ആക്സസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പുള്ളിയുടെ ഒരു സോങ്ങോ ഒരു ഫോട്ടോയോ കാര്യങ്ങളൊക്കെ കണ്ട് ആരാധന തോന്നി. പിന്നെ പതിയെ കേബിൾ ചാനലുകൾ, DVD, VCD അതിലൂടെയൊക്കെ പുള്ളിനെ കൂടുതലായിട്ട് അറിഞ്ഞ് തിയേറ്ററുകളിലേക്കും പോയി അദ്ദേഹത്തിൻ്റെ ഫാനായി, അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബ്ബ് മെമ്പറായി. പിന്നെ ഇങ്ങനെ തിയേറ്ററിൽ പോയി FDFSകളൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് വന്ന ഒരാളുടെ നാളത്തെ ദിവസം ഷോ കഴിഞ്ഞിറങ്ങുന്നൊരവസ്ഥ, അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലായിരിക്കും. വേറൊന്നുമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്, പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, എന്തുവാടെ ഈ ഒരു തമിഴന് വേണ്ടിയിട്ട് പാണ്ടിയാണോ നീയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ടാകും. നമ്മൾ കള്ളിനെയും കഞ്ചാവിൻ്റെയും പുറകെയൊന്നും പോയില്ലല്ലോ. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അഭിനയം അല്ലെങ്കിൽ അദ്ദേഹം നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് കണ്ട് നമ്മൾ എൻ്റർടൈൻ ആകുന്നു, അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നുന്നു. ഇതല്ലേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതൊരു കുറ്റമൊന്നുമല്ല, ഒരു കുറ്റമേ അല്ല. സോ നാളെ പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ടച്ച് മൈ ലൈഫ്.